ഒരു കാരണവശാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ തോൽപ്പിക്കാൻ കഴിയില്ല. കാര്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ആ നമ്പേഴ്സ് ഇൻടാക്റ്റ് ആണ്. അത് UDF-നും അറിയാം. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറയുന്നത് 100-ൽ മേളിൽ സീറ്റ് കിട്ടും, അത് വേവ് ഉണ്ട് എന്ന് പറയാനായിട്ടാണ്. അത് എൻ്റെ കണക്കിൽ അത്രയും വേവ് ഉണ്ടാകുന്നുള്ളൊരു സാഹചര്യം പ്രത്യേകിച്ച് സതേൺ ഡിസ്ട്രിക്ട്സിലേക്ക് വന്നാൽ ഇല്ല. എന്തോ എങ്ങനെ 4-ാം തീയതി വരെ നമ്മൾ ജയിച്ചിരിക്കും എന്ന് പറയാൻ ഒന്നും ഞാനില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ റീട്രേറ്റ് ചെയ്യുകയാണ്, അസർട്ട് ചെയ്യുകയാണ്. ഒരു കാരണവശാലും ഒരു നോർമൽ ഗോയിൽ ഒരു കാരണവശാലും CPM തോക്കില്ല. അത് UDF-നും അറിയാം എന്നാണ് ഞാൻ കണ്ടത്. ശരി, ശ്രീ ആനന്ദ് കൊച്ചുകൂടി ഈ നിരീക്ഷണത്തോട് താങ്കൾ യോജിക്കുന്നുണ്ടോ? അത് വഴിയേ അറിഞ്ഞോളൂ. അല്ല, ഇലക്ഷൻ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ വോട്ടെല്ലാം പെട്ടിയിലാണ്. ഇങ്ങനെയുള്ള അവകാശവാദങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ല. ഇത് ലാലിപ്പോൾ കുറേ നാളായിട്ട് കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് അദ്ദേഹം ഈ പണ്ടത്തെ പോലെ ജനങ്ങളുമായിട്ട് സമ്പർക്കം കുറവാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവർ വിചാരിക്കുന്നത് ഈ പിണറായി വിജയൻ 80 വയസ്സുള്ള ഒരു നേതാവിൻ്റെ ഫ്ലെക്സുകൾ ഓരോ 100 മീറ്റർ കൂടുമ്പോൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഈ വനിതാ മതിൽ എന്നൊക്കെ പറയുന്ന പോലെ ഇങ്ങനെ ഒരു ലിങ്ക് ഒരു ചെയിനായിട്ട് ഇങ്ങനെ വെച്ചാൽ ആൾക്കാരെല്ലാവരും ഇറങ്ങി മറ്റാരുണ്ട് എന്നാണ് ചോദിക്കുന്നത്. ഈ ആൾക്കാരെ ഒരു സാധാരണ ജനങ്ങളുടെ ഒരു അവരുടെ ഒരു കോമൺ സെൻസിനെ, സാമാന്യ യുക്തിയെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അങ്ങനെയൊക്കെ ചോദിച്ചാൽ മറ്റാരായാലും മതി എന്ന് ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈശ്വര, ഇവിടെ ആരില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്.